സിന്ധു നദീജല കരാറിനെ ചൊല്ലിയുള്ള ഇന്ത്യ-പാകിസ്ഥാൻ തർക്കം വീണ്ടും രൂക്ഷമാകുന്നു. ഇന്ത്യ-പാകിസ്ഥാന്റെ ജലവിഹിതം തടയാൻ ശ്രമിച്ചാൽ ആ കൈകൾ വെട്ടിമാറ്റുമെന്ന കടുത്ത ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനിലെ പരിസ്ഥിതി ഏകോപന കാലാവസ്ഥാ വ്യതിയാന മന്ത്രി മുസാദിഖ് മാലിക്കാണ് വാർത്താസമ്മേളനത്തിൽ വളരെ വിവാദപരമായ പരാമർശം നടത്തിയത്. പാകിസ്ഥാനിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ഒഴുക്കില്ലെന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുന്നതെന്ന് ആരോപിച്ച മന്ത്രി ജലപ്രവാഹം തടയാൻ ശ്രമിക്കുന്നവർക്ക് ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് നൽകിയത്. പാകിസ്ഥാനിലെ ജനസംഖ്യയുടെ വലിയൊരു ഭാഗം കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നതെന്നും ജലവിതരണം തടസ്സപ്പെടുന്നത് രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയും സമ്പദ്വ്യവസ്ഥയും ബാധിക്കുമെന്നും മുസാദിഖ് മാലിക് പറഞ്ഞു. സിന്ധു നദീജല കരാർ ഇപ്പോഴും നിയമപരമായി പ്രാബല്യത്തിലാണെന്നും വിഷയം അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായി ഉന്നയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത പാക് വിവരസാങ്കേതിക മന്ത്രി അതാവുള്ള തരാർ സിന്ധു നദീജല കരാർ ഏകപക്ഷീയമായി റദ്ദാക്കാനോ ഭേദഗതി ചെയ്യാനോ കഴിയില്ലെന്നും പാകിസ്ഥാന്റെ നിലപാടിന് അന്താരാഷ്ട്ര നിയമ പിന്തുണയുണ്ടെന്നും അവകാശപ്പെട്ടു. ഇസ്ലാമാബാദിൽ സിന്ധു നദീജല കരാറിനെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സെമിനാറും സംഘടിപ്പിക്കുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഇന്ത്യൻ നിലപാടിൽ മാറ്റമില്ലെന്ന സൂചന നൽകുകയാണ്. അടുത്ത 1.5 മുതൽ 2 വർഷത്തിനുള്ളിൽ ഇന്ത്യക്ക് അനുവദിച്ചിരിക്കുന്ന ജലവിഹിതം പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുമെന്നും ഇന്ത്യയുടെ വിഹിതത്തിൽ ഉൾപ്പെടുന്ന ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാനിലേക്ക് ഒഴുകാൻ അനുവദിക്കില്ലെന്നും കേന്ദ്ര ജലശക്തി മന്ത്രി CR പാട്ടീൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. 2025 പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യ സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചത്. അതിർത്തി കടന്നുള്ള ഭീകരവാദം അവസാനിപ്പിക്കുന്നതുവരെ കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന നിലപാടും ന്യൂഡൽഹി ആവർത്തിച്ചു പറയുന്നു. ഇതോടെ നയതന്ത്ര തലത്തിൽ നേരത്തെ തന്നെ സംഘർഷം നിലനിൽക്കുന്ന ഇന്ത്യ-പാകിസ്ഥാൻ ബന്ധത്തിൽ സിന്ധു നദീജല വിഷയം വീണ്ടും വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.